പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ജൂലൈ 5 മലയാള സാഹിത്യത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അതികായനായ സാഹിത്യകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 27ാമത് ചരമദിനമാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഉചിതമായി അനുസ്മരിക്കുവാൻ വേണ്ടിയാണ് ബാനർ സാംസ്കാരിക സമിതി കണ്ണൂർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ അദ്ദേഹത്തിന്റെ പ്രതിഭയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ KP സജിയാണ്. അദ്ദേഹം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിലെ അധ്യാപകനും ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി എന്ന ശാസ്ത്ര സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. പ്രഭാഷണം നടത്തുവാൻ ഞാൻ പ്രൊഫസർ KP സജിയെ ക്ഷണിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചിട്ട് ഇന്ന് 26 വർഷം തികയുകയാണ്. ഈ ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിക്കുവാൻ എന്നെ ക്ഷണിച്ച ബാനർ സാംസ്കാരിക സമിതി കണ്ണൂർ ജില്ലാ ഘടകത്തോടുള്ള എൻ്റെ കൃതജ്ഞത ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം അന്തരിച്ചിട്ട് നൂറ്റാണ്ട് കാലമേ കഴിഞ്ഞിട്ടുള്ളൂവെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെല്ലാം പുറത്തു വന്നിട്ട് ഏതാണ്ട് 60 വർഷം ആവുകയാണ്. സഹജീവികളോടുള്ള കറകളഞ്ഞ സ്നേഹത്തിൻ്റെ ഉൾവിളി കേട്ടാണ് അദ്ദേഹം ചെറുപ്പകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുന്നത്. അതേ സ്നേഹം തന്നെയാണ് പിൽക്കാലത്ത് അദ്ദേഹത്തെ എഴുത്തുകാരനാക്കി മാറ്റുന്നത്. എനിക്ക് വിദ്യാഭ്യാസമില്ല, പക്ഷെ ധാരാളം അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളാണ് എൻ്റെ എഴുത്തിൻ്റെ ആധാരം എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അനുഭവങ്ങളുടെ നേർവിവരണമാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്ന് കരുതിയാൽ അത് അദ്ദേഹത്തിൻ്റെ ആഴമാർന്ന ജീവിത വീക്ഷണവും അന്യാദൃശ്യമായ രചനാ വൈഭവവും മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മെ തടയും. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. കണ്ണാടിക്കൂട്ടിലെ ക്ലോക്കിനെ പോലെയാണ് ഗാന്ധിജിയുടെ ജീവിതം എന്നും പറയാറുണ്ട്. സമൂഹത്തിന് മുന്നിൽ അത്രമേൽ തുറന്നു വെച്ചതാണ് ആ ജീവിതം എന്നാണ് അതിനർത്ഥം. ചെറുപ്പകാലത്ത് ഉമ്മ ഞാൻ ഗാന്ധിനെ തൊട്ടു എന്ന് അഭിമാനപൂർവ്വം പറയുന്ന ബഷീറും ഗാന്ധിജിയെ പോലെ തുറന്ന ജീവിതം നയിച്ചൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേശാടന കാലത്തെ ഇതൊഴികെ ഉള്ള മുഴുവൻ ജീവിതവും അദ്ദേഹം തന്നെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. 9-10 വർഷം നീണ്ടുനിന്നു എന്ന് പറയുന്ന പലപ്പോഴും അദ്ദേഹം അങ്ങനെ അവകാശപ്പെടുന്ന ആ ദേശാടന കാലം പക്ഷെ അല്പം ഇരുൾ മൂടിയതാണ്. ഗാന്ധി ഇർവിൻ സന്ധിക്ക് ശേഷം എപ്പോഴോ വീട് വിടുന്ന ബഷീർ 1937 തന്നെ എറണാകുളത്ത് തിരിച്ചെത്തുന്നതായി രേഖകളുണ്ട്. 2-3 വർഷം നീണ്ടുനിന്ന ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമായിരുന്നു ഈ കൊണ്ടാടപ്പെട്ട ദേശാടനം എന്ന് NS മാധവനെ പോലുള്ളവർ പറയുന്നത് സമ്പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയുകയില്ല. പക്ഷെ അതല്ല പ്രസക്തമായ വിഷയം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എന്നുള്ളത് ദേശാടനത്തിലെ അനുഭവങ്ങൾ മാത്രമല്ല എന്നും അനുഭവങ്ങൾ അതേപടി പകർത്തി വെച്ചാൽ അത് സാഹിത്യമാകും എന്നുള്ളത് വ്യാമോഹമാണെന്നും ആണ് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷെ ആ വ്യാമോഹം വായനക്കാർക്കിടയിൽ സൃഷ്ടിക്കുന്ന വിധം അനായാസമായിട്ടാണ് അദ്ദേഹം എഴുതിയത്. അപ്പോൾ ഈ അനുഭവങ്ങൾക്കും ആവിഷ്കാരങ്ങൾക്കും ഇടയിൽ സംഭവിക്കുന്നത് എന്താണ്? സൃഷ്ടാവിൻ്റെ ജീവിത വീക്ഷണം അനുഭവങ്ങളുടെ മേൽ നടത്തുന്ന സംസ്കരണമാണ്. ആ സംസ്കരണത്തെ അല്ലെങ്കിൽ സംസ്കരിച്ച ഉൽപ്പന്നത്തെ രസനിഷ്ഠയായി അവതരിപ്പിക്കുന്ന കലാവൈഭവമാണ് ഉത്തമ സാഹിത്യത്തെ സൃഷ്ടിക്കുന്നത്. അത്തരത്തിൽ സംസ്കരണത്തിൻ്റെ ഈ രാസവിദ്യ നമ്മുടെ മനസ്സുകളെ മതിക്കുന്ന, നമ്മളെ ചിരിപ്പിക്കുകയും കരയിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സാഹിത്യം എഴുതാൻ അദ്ദേഹത്തെ സഹായിച്ചു. മനുഷ്യസ്നേഹത്തിൻ്റെ മഹാഗാഥകളാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് സംഗ്രഹിച്ച് പറയാവുന്ന ഒരു വാക്യമാണ്.
സ്നേഹത്തിനു വേണ്ടി ഉഴർന്നു നടക്കുന്ന കഥാപാത്രങ്ങളെമ്പാടും നമുക്ക് ബഷീർ സാഹിത്യത്തിൽ കാണാൻ പറ്റും. കേശവൻ നായരും മജീദും ശബ്ദങ്ങളിലെ പട്ടാളക്കാരനുമെല്ലാം സ്നേഹത്തിന് കാംക്ഷിച്ച് നടക്കുന്നവരാണ്. ദീർഘമായ ദേശാടനവും വളരെ നാളത്തെ ഏകാന്തവാസവുമെല്ലാം സ്നേഹം തേടുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് ബഷീറിനെയും എത്തിച്ചിട്ടുണ്ട്. ബഷീറിൻ്റെ സ്നേഹസങ്കല്പം വിശാലമായ ഒന്നാണ്. അതിൽ സ്ത്രീ പുരുഷ പ്രേമത്തെക്കുറിച്ചുള്ള സങ്കല്പം സവിശേഷവും ജീവിതഗന്ധിയുമാണ്. മലയാള സാഹിത്യത്തിൽ കാൽപ്പനികത കടന്നു വരുന്നതോടുകൂടി ആദർശാത്മകമായൊരു പ്രണയത്തെക്കുറിച്ചുള്ള സങ്കല്പവും കടന്നു വരുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാവ്യ വിഷയവുമായി മാറുന്നുണ്ട്. മരിച്ചുപോയ തൻ്റെ സഹധർമ്മിണിയെക്കുറിച്ച് അവരുമായിട്ടുള്ള ദിവ്യപ്രണയത്തിൻ്റെ ഓർമ്മകളാണ് DC ബാലകൃഷ്ണ പണിക്കർ ഒരു വിലാപത്തിൽ പങ്കുവെക്കുന്നത്. ഇന്ദുലേഖയും മാധവനും തമ്മിലുള്ള ബന്ധത്തിലും ശാരീരികമായ അംശത്തിന് ഊന്നൽ കുറവാണ്. ഈ ആദർശാത്മക പ്രണയത്തെയാണ് ചങ്ങമ്പുഴ പിന്നീട് വാചാലമായി വർണ്ണിച്ചത്. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന ആശാന്റെ കാര്യത്തിലും സ്ഥിതി ഇങ്ങനെയാണ്. പക്ഷേ ആശാന്റെ കാര്യത്തിൽ അല്പസങ്കീർണമാണ് വിഷയങ്ങൾ. ധ്രുവമിഹ മാംസ നിബദ്ധമല്ല രാഗം എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും മാംസനിബദ്ധം കൂടിയാണ് രാഗം എന്നാണ് അദ്ദേഹത്തിൻ്റെ നായികമാരെല്ലാം പറയുന്നത്. തൻ്റെ പ്രേമം ചവിട്ടിയരച്ചു കളഞ്ഞു എന്നുള്ളതാണ് സീതയ്ക്ക് രാമനോടുള്ള ഏറ്റവും വലിയ പരാതി. ശാരീരികവും ആത്മീയവുമായ ഒരു പൂരണത്തിന് വേണ്ടിയാണ് ആശാന്റെ നായികമാർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം സാഫല്യം അവരെ തൃപ്തിപ്പെടുത്തുന്നില്ല. മാംസനിബദ്ധം കൂടിയായ രാഗം സാഫല്യത്തിലെത്താത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നായികമാർ ദേവാനദീ തടകളിലും ഹിമോത്സാനുക്കളിലും ചുടലക്കാടുകളിലും ഭൂമിയുടെ മടിത്തട്ടിലുമെല്ലാം ആത്മാഹുതി ചെയ്യുന്നത്. ബഷീറിലെത്തുമ്പോൾ പ്രണയത്തിൻ്റെ ശാരീരികാംശത്തിന് സവിശേഷമായൊരു പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. മനുഷ്യവികാരങ്ങളിൽ ഏറ്റവും ശക്തമായ ഒന്നാണ് പ്രണയം. വംശത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ശാരീരിക ആകർഷണത്തിൻ്റെ സംസ്കൃത രൂപമാണത്. കാമിനിമാരുടെ ശരീരത്തെ പുൽകാനുള്ള ഉത്കടമായ അഭിലാഷവുമായി നടക്കുന്നവരാണ് ബഷീറിന് മിക്ക കഥാപാത്രങ്ങളും. സ്ത്രീകളുടെ കാമോദ്ദീപകമായ ശരീര അവയവങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകളും പല കഥകളിലും കാണാം. മജീദിൻ്റെ കാലടിയിലെ കുരു പൊട്ടിച്ചു കളഞ്ഞ് അവരെ ആകെ അലിയിച്ചു കളഞ്ഞ ഒരു ചുംബനത്തിലൂടെയാണ് അവരുടെ പ്രണയം വിടർന്നു വരുന്നത്. പൂമ്പഴത്തിലാവട്ടെ ജമീല ബീവിയുടെ ചന്തിയിൽ ഫട്രുക്കോ എന്ന മട്ടിൽ അബ്ദുൽ ഖാദർ കൊടുക്കുന്ന 6 അടിയിലൂടെയും അതിനുശേഷം നടത്തുന്ന ആലിംഗനത്തിലൂടെയുമാണ് അവരുടെ പ്രണയം അന്യോന്യം സമർപ്പിതമാകുന്നത്. ശബ്ദങ്ങളിലെ പട്ടാളക്കാരനാവട്ടെ സ്ത്രീ ശരീരം എന്തെന്നറിയാതെ കരിങ്കലിനെ പോലും പൊടിച്ചു കളയാനുള്ള ഒരു വിങ്ങലോടെ നടക്കുകയാണ്. പക്ഷെ അയാളുടെ ആദ്യ പ്രണയാനുഭവം ഒരു ദുരന്തമായി മാറുന്നതോടെ ഉള്ളു പൊള്ളയായി അയാൾ ഒരു പതനത്തിലേക്കും പോകുകയാണ്. പക്ഷെ ബഷീറിൻ്റെ പ്രണയം ശരീരത്തിൽ ഒടുങ്ങുന്നതല്ല, ശരീരത്തിൻ്റെ കാമനാവേഗങ്ങളുടെ പൂർത്തീകരണത്തിൽ ഒതുങ്ങുന്നതല്ല ബഷീറിൻ്റെ പ്രണയം. അത് ശരീരത്തിൻ്റെ കാമനകളെ ഉല്ലംഘിച്ചു പോകുന്ന ഒന്നാണ്. പക്ഷേ പ്രണയത്തിൻ്റെ ശാരീരികാംശത്തെ നിഷേധിക്കുന്നത്, അതിനെ അവഗണിക്കുന്നത് ജീവിത നിഷേധമായിട്ട് തന്നെ അദ്ദേഹം കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രണയം അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് പ്രണയം നുള്ളിപ്പറക്കി കൊടുക്കാനുള്ളതല്ല, പ്രണയം വാരിക്കോരി കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അബ്ദുൽ ഖാദർ ജമീല ബീവിയോട് പറയുന്നത്, ജമീല, നിന്നെ ഞാൻ ഗാഠഗാഠം സ്നേഹിക്കുന്നു,
നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി സ്നേഹിക്കുന്നു, നീ നടക്കുന്ന റോഡിനെ സ്നേഹിക്കുന്നു എന്ന് പറയും. നമ്മൾ സാധാരണ ഇഞ്ചിഞ്ചായി കൊല്ലുക എന്നാണ് കേട്ടിട്ടുള്ളത്. ഭാർഗവി നിലയത്തിലെ ശശികുമാർ ഭാർഗവിയോട് പറയുന്നു, ഭാർഗവി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിൻ്റെ ആത്മാവിനെ, നിൻ്റെ ഹൃദയത്തെ, നിൻ്റെ ശരീരത്തെ, നീ തൊട്ടു നിൽക്കുന്ന ഈ മതിലിനെ, ഈ ഭൂമിയെ, നീ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ ഞാൻ സ്നേഹിക്കുന്നു. ശബ്ദങ്ങളിൽ പട്ടാളക്കാരൻ പറയുന്നു, എനിക്ക് പ്രത്യേകിച്ച് ഒന്നിനോട് ഒരു മമതയില്ല, ഞാൻ ഈ ഭൂഗോളത്തെ മുഴുവൻ സ്നേഹിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. മണ്ടൻ മുത്തപ്പയ്ക്ക് സൈനബയോടുള്ള പ്രേമം പുറത്തു വരുന്നതും ഒരു കരുതലിൻ്റെ രൂപത്തിലാണ്. കടവിൽ നിന്ന് വാഴക്കുല മോഷ്ടിച്ച് നദിയിലൂടെ മുങ്ങി അടുത്ത കടവിൽ പൊങ്ങുന്ന സൈനബയുടെ മുമ്പിൽ മണ്ടൻ മുത്തപ്പ എത്തുകയാണ്. മുത്തപ്പയ്ക്ക് സങ്കടം വരുന്നു, പെണ്ണല്ലേ, ഇത് ചെയ്യാമോ? എന്നാലും പ്രണയിയോടുള്ള സ്നേഹം ഇങ്ങനെയാണ് പുറത്തു വരുന്നത്. വേഗം പോയി തകർത്ത് മുണ്ടും കുപ്പായി മാറ്റ്, അല്ലെങ്കിൽ പനി പിടിക്കും. ഇങ്ങനെ പറയുന്ന ഒരാളെ പ്രേമിക്കാതിരിക്കാൻ പറ്റുമോ? സൈനബയാവട്ടെ അവളുടെ കടയിൽ ചായ കുടിക്കാൻ എത്തുന്ന മുത്തപ്പയ്ക്ക് പുട്ടിനുള്ളിൽ വെച്ചു കൊടുത്ത മുട്ടയിലൂടെയാണ് തൻ്റെ സ്നേഹം തിരിച്ചു കൊടുക്കുന്നത്. പ്രണയത്തെക്കുറിച്ചുള്ള അത്ര മനോഹരമായ സങ്കല്പമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നോക്കൂ, ചുരുക്കത്തിൽ ഒരാളെ സ്നേഹിക്കാനുണ്ടാകുമ്പോൾ ഈ പ്രപഞ്ചം സ്നേഹാർദ്രമായി മാറുകയാണ്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സ്നേഹിച്ചുകൊണ്ടല്ലാതെ ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ഇതാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന സ്നേഹസങ്കല്പം. ഇത് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ മാത്രമല്ല, മറ്റ് എല്ലാത്തരം ബന്ധങ്ങളിലും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ദുഷ്ടരെന്നറിയപ്പെടുന്ന കഥാപാത്രങ്ങളിലും അല്ലെങ്കിൽ അത്രയും വ്യക്തികളിലും സ്നേഹിക്കപ്പെടേണ്ട അംശമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ജയിലനുഭവങ്ങളിൽ നിന്ന് കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള നിരന്തര സഹവാസം മൂലം അവരുടെ മനുഷ്യത്വത്തെ അടുത്തറിയാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം. ഒരു മനുഷ്യൻ എന്ന കഥയിൽ ബഷീറിനെയാണ് അവതരിപ്പിക്കുന്നത്. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പേഴ്സ് മോഷ്ടിക്കപ്പെട്ടതായി അറിഞ്ഞ് പണം കൊടുക്കാനില്ലാതെ നിൽക്കുന്ന അയാളുടെ വസ്ത്രങ്ങൾ ഓരോന്നോരോന്നായി ഹോട്ടലുടമ ഊരി വാങ്ങുകയാണ്. അവസാനത്തെ വസ്ത്രവും ഊരിക്കുമെന്ന നിലയിലെത്തിയപ്പോൾ ബഷീറെ രക്ഷിക്കാനെത്തുന്നത് ഈ പേഴ്സ് മോഷ്ടിച്ച മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ആരാണ് നല്ലവൻ, ആരാണ് മോശക്കാരൻ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ദുഷ്ടനെന്നറിയപ്പെടുന്നവരിലാണ് നന്മയുടെ അംശം കാണുന്നത്. പക്ഷെ ഹോട്ടലുടമയും കണ്ട് നിൽക്കുന്നവരുമെല്ലാം ക്രൂരമായ പരിഹാസത്തോടുകൂടിയാണ് ബഷീറിനെ പരിചരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്ത്രീകളോടുള്ള, പ്രത്യേകിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന സ്ത്രീകളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കരുതൽ. അദ്ദേഹത്തിൻ്റെ പാവപ്പെട്ടവരുടെ വേശ്യ, വിഡ്ഢികളുടെ സ്വർഗം തുടങ്ങിയ ആദ്യകാല കഥകളിലൊക്കെ ഇത്തരം സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. കാമോദ്ദീപകമായ വർണ്ണനകളോടെയാണ് ആദ്യം അവരെ അവതരിപ്പിക്കുന്നതെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ദുരന്തവശം അദ്ദേഹം കാണിച്ചു തരികയാണ്. ഈ സമൂഹം അവരെ എങ്ങനെ മനുഷ്യത്വരഹിതമായി കണക്കാക്കുന്നുവെന്നും അത്തരം വൃത്തിയിലേക്ക് അവരെ തള്ളിവിട്ടത് എങ്ങനെയെന്നും അദ്ദേഹം കാണിച്ചു തരികയാണ്. നേരത്തെ ബാല്യകാലസഖിയിലേക്ക് എഴുതിയതുപോലെ ദാരിദ്ര്യം എത്ര മഹാവ്യാധിയാണ്, അത് ഓരോരോ ജീവിതങ്ങളെ തകർത്ത് കളയുന്നത് എങ്ങനെ എന്ന് കാണിച്ചു തരുന്ന ഉദാഹരണങ്ങളാണ് ഇത്തരം സ്ത്രീ കഥാപാത്രങ്ങൾ. അത് വേശ്യാസ്ത്രീകളോടുള്ള കരുണ, സ്ത്രീകളോടുള്ള മൊത്തം കരുണയായി പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ അത് കഥകളിൽ നമുക്ക് കാണാനും കഴിയും. ഈ സ്നേഹത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഭൂമിയുടെ അവകാശികൾ ആര് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. ഈ പ്രപഞ്ചം മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, ദൈവത്തിൻ്റെ സൃഷ്ടികളായ എല്ലാ ചരാചരങ്ങൾക്കും ഉള്ളതാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്.
മനുഷ്യജന്മം മഹത്തരമായ ജന്മമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നെ പുഴുവായോ ഇഴജന്തുവായോ സൃഷ്ടിച്ചില്ലല്ലോ, എന്നെ മനുഷ്യനായല്ലേ സൃഷ്ടിച്ചതെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. മനുഷ്യജന്മത്തിൻ്റെ മഹാത്മ്യം അദ്ദേഹത്തിന് അറിയാം. പക്ഷെ മനുഷ്യനായി ജീവിക്കുന്നത് മറ്റ് ചരാചരങ്ങളെ സ്നേഹിച്ചുകൊണ്ടും മാത്രമേ കഴിയൂ എന്ന ബോധ്യവും അദ്ദേഹത്തിനുണ്ട്. ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച കരുണാമയനായ ദൈവത്തെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും വാചാലനാവുന്നുണ്ട്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച എല്ലാ ചരാചരങ്ങളെയും സ്നേഹിച്ചുകൊണ്ടേ മനുഷ്യനും ജീവിക്കാൻ കഴിയൂ, മനുഷ്യനും സ്നേഹിക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹം ഈ സങ്കല്പത്തിലൂടെ അദ്ദേഹം സ്ഥാപിക്കുന്നത്. കൊതുകിനെ കൊല്ലാമോ എന്ന കഥയിൽ, ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ അതൊക്കെ അദ്ദേഹം ഈ സങ്കല്പം വിപുലീകരിക്കുന്നുണ്ട്. ഈശ്വരപൂജയെക്കുറിച്ചുള്ള സങ്കല്പവും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വാടിക്കരിഞ്ഞു പോകുന്ന ഒരു വൃക്ഷത്തൈക്ക് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ വിശന്നു വരുന്ന ഒരാൾക്ക് ആഹാരം കൊടുക്കുക, ഇതൊക്കെയാണ് ഈശ്വരപൂജ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഈ സർവചരാചരം പ്രേമം തലമുറകളിലേക്ക് പകരുന്ന വളരെ മനോഹരമായൊരു കഥയാണ് തേന്മാവ് എന്ന കഥ. വഴിയരികിൽ മരണാസന്നനായി കിടക്കുന്ന യൂസഫ് സിദ്ദിഖ് എന്ന ഒരു വൃദ്ധൻ വെള്ളം ആവശ്യപ്പെടുമ്പോൾ വഴിയെ പോകുന്ന റഷീദ് എന്ന ചെറുപ്പക്കാരൻ അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം വാങ്ങി ഈ വൃദ്ധന് കൊടുക്കുന്നു. അദ്ദേഹമാകട്ടെ വാടാൻ തുടങ്ങുന്ന ഒരു മാവിന്തയുടെ ചുവട്ടിലെ വെള്ളം ഒഴിച്ച് ബാക്കി കുടിക്കുന്നു. വെള്ളം കുടിച്ച് അദ്ദേഹം മരിച്ചു പോവുകയാണ്. ഇപ്പോൾ റഷീദും ആ യുവതിയും കൂടി മൃതദേഹം സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. പിന്നീട് അവർ വിവാഹിതരാവുകയാണ്. അവരാ മാവിൻ തൈ മണ്ണോടുകൂടി എടുത്ത് അവരുടെ പുരയിടത്തിൽ കൊണ്ടുപോയി നട്ടു. അത് വളർന്നു വരുന്നു. അങ്ങനെ വളർന്നു വരുന്ന ആ മാവിൽ നിന്ന് തേൻമധുരമുള്ള മാമ്പഴം ചെത്തിപ്പൊളിക്കൊണ്ട് റഷീദിൻ്റെ ഭാര്യ അസ്മ കഥാകൃത്തിന് കൊണ്ട് കൊടുക്കുകയാണ്. കഥാകൃത്തിന് കൊടുക്കുന്നത് അവരുടെ മകനാണ്. അപ്പോൾ ബഷീർ മകനോട് ചോദിക്കും, പേരെന്താണ്? അപ്പോൾ മകൻ പറയുന്ന മറുപടി യൂസഫ് സിദ്ദിഖ് എന്നാണ്. അപ്പോൾ ഈ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ചരിത്രം അതൊരു തുടർച്ചയാണെന്നും അത് തലമുറകളിലേക്ക് നീങ്ങുകയാണെന്നും സൂചിപ്പിക്കുന്ന കഥയാണ് തേന്മാവ്. അടിമുടി ഒരു സാമൂഹിക ജീവിയായിരുന്ന ബഷീറിൻ്റെ എല്ലാ കൃതികളും ഈ സമൂഹത്തിൽ വ്യക്തികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. പ്രണയത്തകർച്ചയുടെ കഥ പറഞ്ഞ ബാല്യകാല സഖിയിലും വില്ലനായി സാമൂഹിക സാഹചര്യങ്ങൾ പശ്ചാത്തലത്തിൽ ദംഷ്ട്രകൾ കാട്ടി നിൽക്കുന്നത് നമുക്ക് കാണാം. ആദ്യത്തെ ദേശാടനം കഴിഞ്ഞ് മജീദ് തിരിച്ചെത്തുമ്പോഴേക്കും അവരുടെ കുടുംബം ദരിദ്രരായി പോയിരുന്നു. സുഹ്രയുടെ വിവാഹം കഴിഞ്ഞും പോയിരുന്നു. പക്ഷെ സുഹ്രയുടെ ഭർത്താവിൽ നിന്ന് അവൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ച് അറിഞ്ഞ മജീദ് ഒരു തീരുമാനത്തിലെത്തി അവളോട് വീണ്ടും പോകണ്ട എന്ന് പറയുന്നു. അവളെ വീണ്ടും വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം മജീദിൻ്റെ ഉമ്മയോട് അവൻ പറയുന്നു. പക്ഷെ ഉമ്മ പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞിട്ട് മജീദിന് സുഹ്രയെ വിവാഹം കഴിക്കാമെന്ന് സമ്മതം കൊടുക്കുന്നു. പക്ഷെ പെങ്ങന്മാരെ വിവാഹം കഴിക്കണമെങ്കിലും സ്ത്രീധനം കൊടുക്കണം. മജീദ് ചോദിക്കുകയാണ്, സ്ത്രീധനം കൊടുക്കാതെ ആരും വിവാഹം കഴിക്കില്ലേ ഉമ്മ? ഉമ്മ പറയുന്നു, ആര് കഴിക്കാനാ മോനെ? അല്ലെങ്കിൽ പിന്നെ വല്ല ചുവട്ടുകാരനോ മാർക്കം കൂടിയവനോ കിട്ടും, ഞമ്മക്കത് മതിയോ? കയ്യിലും കഴുത്തേലും അരയിലും പൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ ഇതാണ് സാഹചര്യം. ഈ പൊന്നുണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് മജീദ് വീണ്ടും ദേശാടനത്തിൽ ഇറങ്ങുന്നത്. മഹാനഗരത്തിലെത്തി സുഹ്രയുടെ ചുംബനമേറ്റു വാങ്ങിയ വലതുകാലം മുറിച്ചു കളയേണ്ടി വരുന്നത്. സുഹ്രയാട്ടെ രോഗിണിയായി മരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ പ്രതീക്ഷയുടെ എല്ലാ നാളങ്ങളും അണഞ്ഞിട്ടാണ് ഈ കൃതി അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിച്ചത്, ഈ കഥാകൃത്തിൻ്റെ മാനസികാന്തരീക്ഷം ഇത്ര ഇരുണ്ടുപോകാൻ കാരണമെന്ത്? പക്ഷെ വായിക്കുന്ന നമ്മൾക്ക് മനസ്സിലാകും, മജീദിൻ്റെയും സുഹ്രയുടെയും പ്രണയം സഫലമാവണമെങ്കിൽ ആ സാമൂഹിക സാഹചര്യം മാറണം. ഈ സാമൂഹിക സാഹചര്യം നിന്നുകൊണ്ട് അവരുടെ പ്രണയം
സഫലമാവില്ല എന്നുള്ളൊരു ബോധ്യം വായനക്കാർക്കുണ്ടാകുമ്പോൾ അതാണ് പുരോഗമന സാഹിത്യം ആയി മാറുന്നത്. ഇതേ ദാരിദ്ര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്ന കഥയിൽ കാണാൻ കഴിയുന്നത്. സ്വന്തം ജന്മദിനത്തെക്കുറിച്ചുള്ള കഥയാണ്. ഒരു മഹാനഗരത്തിലെ ഒരു കുടിസുമുറിയിൽ ഏകാന്തവാസം നയിച്ചുകൊണ്ടിരിക്കുന്ന നിത്യദാരിദ്ര്യത്തിലുള്ള ഒരു സാഹിത്യകാരൻ എന്നുള്ളത് ബഷീറിൻ്റെ പല കഥകളിലെയും കഥാപാത്രമാണ്. മിക്കവയും ബഷീർ തന്നെയാണ്. കഥാഭിജത്തിലാവുമ്പോൾ അയാളുടെ പേര് സദാശിവൻ എന്നാകുന്നെന്ന് മാത്രം. സ്വന്തം ജന്മദിനത്തിന് അനേക ദിവസങ്ങളുടെ പട്ടിണിയുമായി ബഷീർ ഉണരുകയാണ്. ഈ ദിനമെങ്കിലും മംഗളകരമായി കഴിഞ്ഞു പോകണമേ എന്നാണ് പ്രാർത്ഥന. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളുടെ വെളുപ്പും കറുപ്പുമായ ചങ്ങലപാളയങ്ങളിലെ 100 ഞാൻ ആവരുത് ഇന്നത്തെ ഞാൻ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. പക്ഷെ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് വസ്ത്രം മാറിയിരിക്കും, കഴിക്കാനൊന്നുമില്ല, ഒരു ചായ കിട്ടാൻ എന്ത് വഴി എന്നാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തടുത്ത മുറികളിൽ സമ്പന്നരായ വിദ്യാർത്ഥികളും ക്ലാർക്കുമാരും ഒക്കെയാണ്. സമയം കഴിയുന്തോറും തലവേദനയും തലകറക്കവും കൂടി വരുന്നു. വെള്ളപ്പൊക്കത്തിൽപ്പെട്ട നാട്ടിൽ നിന്നൊരു യുവതി വേണമെങ്കിൽ ശരീരം പോലും വിൽക്കാൻ തയ്യാറാണ് എന്ന മട്ടിൽ വരുന്നുണ്ട്. മെതിയടികൾ വിൽക്കാനായി 2 ദരിദ്ര ബാലന്മാർ വരുന്നു. അവരെയൊക്കെ നിരാശപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിനൊരു സുഹൃത്ത് ക്ഷണിച്ചിട്ടുള്ളതിനാൽ അങ്ങോട്ട് പോകുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ അയാൾ എങ്ങോ പോയിരിക്കുന്നു. തിരിച്ച് മറ്റു പല സുഹൃത്തുക്കളിലൊക്കെ അടുത്തു പോയെങ്കിലും ഒരു കാലിച്ചായ പോലും ആരും കൊടുക്കുന്നില്ല. വീണ്ടും ക്ഷീണിതനായി മുറിയിലെത്തുന്നു. ഒരു മുറിയിൽ സുഹൃത്തായൊരു വിദ്യാർത്ഥിയുടെ അടുത്തെത്തുന്നു. അദ്ദേഹത്തോട് 1 രൂപ കടം ചോദിച്ചുകൊണ്ട് ഒരു കുറിപ്പ് കൊടുക്കുന്നു, രഹസ്യമായിട്ടൊരു കുറിപ്പ് കൊടുക്കുന്നു. അവിടെ മറ്റനവധി പേരെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അയാളെ വളരെ ക്രൂരമായി ആ കുറിപ്പ് പരസ്യമാക്കിക്കൊണ്ട് അത് നിരസിക്കുന്നു. അപ്പോൾ അവിടെ വലിയ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം കഥാകാരനാണെന്ന് അറിയാമോ? അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഒരാൾ പറയുന്നു, നിങ്ങളുടെയൊക്കെ കഥ വായിക്കുകയാണെങ്കിൽ ഈ ലോകത്തിനെന്തോ കുഴപ്പം ഉണ്ടെന്ന് തോന്നുമല്ലോ. ശരിയാണ്, അവർക്ക് ഒന്നും തോന്നില്ല. സമ്പന്ന വീടുകളിലെ വിദ്യാർത്ഥികളാണ്. ഈ ലോകത്തിനുള്ള കുഴപ്പം എന്തെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ശരി, ബഷീർ തിരിച്ച് മുറിയിലെത്തുന്നു. തലവേദനയും തലകറക്കവും അസഹ്യമായി മാറുന്നു. സന്ധ്യ കഴിയുന്നു. അപ്പോഴാണ് അടുത്ത വീട്ടിലെ സമ്പന്നനായ വിദ്യാർത്ഥിയുടെ പാചകക്കാരൻ ചോറുണ്ടാക്കുന്നതിൻ്റെ ഗന്ധം മുറിയിലെത്തുന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. വെപ്പുകാരൻ പുറത്തിറങ്ങി തക്കം നോക്കി അയാളുടെ അടുക്കളയിൽ കയറി ചോറ് കട്ടുതിന്നുകയാണ്. അപ്പം മംഗളകരമായി അവസാനിക്കണമേ എന്ന് പ്രാർത്ഥനയോട് തുടങ്ങിയ ആ ജന്മദിനം മറ്റൊരാളുടെ ചോറ് തിന്നുന്നതിലാണ് അവസാനിച്ചിരിക്കുന്നത്. ദാരിദ്ര്യം ഭയങ്കര വ്യാധിയാണ്. അത് ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്നുവെന്ന് ബാല്യകാല സഖിയിൽ എഴുതിയിട്ടുണ്ട്. ആ സാഹചര്യം തന്നെയാണ് ഈ കഥയിലും അദ്ദേഹം വ്യക്തമാക്കുന്നത്. 1944 അദ്ദേഹം ജയിൽ മോചിതനായി പുറത്തെത്തുന്നതോടുകൂടി പൊതുപ്രവർത്തനത്തിനുള്ള താല്പര്യമൊക്കെ അവസാനിക്കുന്നു. 45 യുദ്ധം അവസാനിക്കുന്നു. അതോടുകൂടി തൊഴിലില്ലായ്മയും ദാരിദ്ര്യമൊക്കെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. വരാൻ പോകുന്ന സ്വാതന്ത്ര്യം അത്ര ശോഭനമൊന്നുമല്ല എന്ന് സൂചിപ്പിക്കുന്ന കഥകളും അദ്ദേഹം ഈ സമയത്ത് എഴുതുന്നുണ്ട്. കൈവിലങ്ങ് എന്ന കഥയിൽ രാഷ്ട്രീയക്കാരും മില്ലുടമകളും പോലീസും ചേർന്നുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് രൂപം കൊള്ളുന്നതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അപ്പോൾ എന്തായാലും കിട്ടാൻ പോകുന്ന സ്വാതന്ത്ര്യം അത്ര ശോഭനമൊന്നും അല്ല എന്നുള്ളൊരു ധാരണ ഉറയ്ക്കുകയാണ്. യുദ്ധം അവസാനിക്കുന്നതോടുകൂടി വമ്പിച്ച രീതിയിൽ തൊഴിലില്ലായ്മ ഉണ്ടാകുന്നു. ഈ കാലഘട്ടത്തിൻ്റെ വ്യാകുലതകളും ആശങ്കകളും ഒക്കെ ചേതോഹരമായി പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് 1948 ഇറങ്ങിയ ശബ്ദങ്ങൾ.
യുദ്ധം കഴിഞ്ഞതോടുകൂടി പിരിച്ചുവിടപ്പെട്ട ഒരു പട്ടാളക്കാരൻ ഒരു രാത്രിയിൽ തൻ്റെ ഉള്ളിലുള്ള വിങ്ങുന്ന വേദനയും ക്രോധവും ഒക്കെ ആരോടെങ്കിലും പറഞ്ഞു തീർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സാഹിത്യകാരൻ്റെ വീട്ടിൽ കയറി വന്ന് അയാളോട് തൻ്റെ വേദനകളൊക്കെ പറഞ്ഞ് തീർക്കുന്ന അവരുടെ സംഭാഷണത്തിൻ്റെ രൂപത്തിലാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ സാഹിത്യകാരൻ ചോദിക്കും, നിങ്ങൾ എന്തിനു പിരിച്ചുവിട്ടു? അപ്പോൾ അയാൾ പട്ടാളക്കാരൻ പറയുകയാണ്, അറിഞ്ഞില്ലേ, യുദ്ധം ജയിച്ചു. നോക്കൂ അതിൻ്റെ വൈപരീത്യം. രാഷ്ട്രം ജയിച്ചിരിക്കുന്നു, പക്ഷെ രാഷ്ട്രത്തെ ജയിപ്പിച്ച പട്ടാളക്കാരൻ തോറ്റ് തൊഴിലില്ലാത്തവനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ വ്യക്തി എന്നുള്ളത് ഒരു യുദ്ധോപകരണം പോലെയാണ്. യുദ്ധത്തിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അയാളെയും ഒഴിവാക്കിയിരിക്കുന്നു. അയാളാകട്ടെ ഒരു ഹതാശയായ മാതാവ് നാലും കൂടിയ ഒരു പെരുവഴിയിൽ ഉപേക്ഷിച്ച് പോയ ഒരു അനാഥനായ ഒരാളായിരുന്നു. ഒരു പാതിരി എടുത്ത് വളർത്തി വലുതായപ്പോൾ പട്ടാളത്തിൽ ചേർന്നു. പട്ടാളത്തിൽ ചേർന്ന് ചെയ്യുന്ന ജോലിയും നോക്കണം. അയാൾക്ക് വ്യക്തിപരമായി യാതൊരു ശത്രുതയുമില്ലാത്ത, അറിയുക പോലുമില്ലാത്ത ആൾക്കാരെ കൊല്ലുക എന്നാണ് ജോലി. അപ്പോൾ ചെയ്യുന്ന ജോലിയും അതിൽ നിന്ന് പിരിച്ചുവിടലും അർത്ഥശൂന്യമാണ്. അപ്പം ജീവിതത്തിൻ്റെ മുഴുവൻ അർത്ഥവും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൻ്റെ കഥയാണ് ശബ്ദങ്ങൾ. പക്ഷെ പിൽക്കാല ആധുനികരെ പോലെ അദ്ദേഹം ഈ പ്രശ്നങ്ങൾ മുഴുവൻ വ്യക്തിഗതമായി കണക്കാക്കുകയും തൻ്റെ തൊണ്ടിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിസത്തയെ അവതരിപ്പിക്കുകയും ചെയ്യുന്നില്ല. ആ കഥയിലെ ഒരു അധ്യായത്തിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു അമ്പലത്തിൻ്റെ ചവിട്ടുപടിയിൽ അയാൾ രാത്രി വിശന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ അവിടെ അന്തിയുറങ്ങാനെത്തുന്ന സമൂഹത്തിലെ ഏറ്റവും തിരസ്കൃതരായ ഒരു പറ്റം ആൾക്കാരുടെ സംഭാഷണങ്ങളിലൂടെ, അവരുടെ ശബ്ദങ്ങളിലൂടെ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ പുഴുക്കുത്തുകളും നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന പോലെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. പക്ഷെ അതിലും നന്മയുടെ ചെറു ചെറു മിന്നാമിന്ന വെട്ടങ്ങൾ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എത്ര ഇരുണ്ട അന്തരീക്ഷത്തിലാണ് ഈ മനുഷ്യത്വത്തിന് തെളിയേണ്ടി വരുന്നത്, പ്രകാശിക്കേണ്ടി വരുന്നത് എന്നാണ് ഈ കഥയും അല്ലെങ്കിൽ ഈ ചെറു നോവലും നമ്മെ കാണിച്ചു തരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ കൃതിയായി വരുന്നത് എൻറ്റുപ്പാപ്പ ഒരു ആനയുണ്ടായിരുന്നു എന്ന കൃതിയാണ്. അതെത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളൊക്കെ ഏതാണ്ട് അവസാനിച്ചിരുന്നു. തീർത്തും പ്രസാദാത്മകമായൊരു അന്തരീക്ഷമാണ് ഈ കഥയിലുള്ളത്. അദ്ദേഹം ചെറുപ്പകാലത്ത് വായിച്ചിരുന്ന നോവലുകളിലെ ദുഷ്ടകഥാപാത്രങ്ങളൊക്കെ മുസ്ലിമുകളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള മുസ്ലിങ്ങളൊക്കെ നല്ലവരായിരുന്നു. പക്ഷേ മുസ്ലിം സമുദായത്തിൽ ചില മാറേണ്ടുന്ന അനാചാരങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന് അന്ന് തന്നെ ബോധ്യപ്പെട്ടിരുന്നു. എഴുത്തും വായനയും കാഫര്യങ്ങൾക്കുള്ളതാണ് എന്നാണ് പൊതുവായ മുസ്ലിം ധാരണ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാപ്പ അദ്ദേഹത്തെ ഇംഗ്ലീഷ് സ്കൂളിൽ വരെ വിട്ട് പഠിപ്പിച്ചിരുന്നു. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ബാപ്പായുമായുള്ള ബന്ധത്തിലെ ചില സംഘർഷാത്മകതകൾ മൂലമാണ് പോകുന്നത്. വീട് വിട്ടിറങ്ങിപ്പോകുന്ന ബഷീർ പിന്നീട് നോവലിൽ നിസാർ അഹമ്മദായി തിരിച്ചു വരുന്നു എന്നാണ് എം.എൻ. വിജയൻ നിരീക്ഷിച്ചിട്ടുള്ളത്. ഈ നോവലിലെ നായകനായ നിസാർ അഹമ്മദ്, അദ്ദേഹത്തിൻ്റെ കുടുംബം വിദ്യാസമ്പന്നരായ ആൾക്കാരുടെ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് കോളേജ് പ്രൊഫസറാണ്, സഹോദരി കോളേജ് വിദ്യാർത്ഥിനിയാണ്, ഉമ്മയും അഭ്യസ്ത വിദ്യയാണ്. അപ്പോൾ നായിക കുഞ്ഞുപാത്തും ഇവരെ കാണുമ്പോൾ അവർ കാഫര്യങ്ങളാണെന്ന് വിചാരിക്കുന്നത്. അവർ സാരി ഉടുക്കുന്നു, മുടിയിൽ പൂജ ഇടുന്നു, അവരുടെ ഭാഷ വ്യത്യസ്തമാണ്. ഇപ്പോൾ കുഞ്ഞുപാത്തും ആയിഷയോട് ചോദിക്കുന്നു, നിങ്ങൾ കാഫര്യങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ പറയുന്നു, ഞങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളാണ്, ഖുർആൻ അനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളെ കാണിച്ചു കൊടുത്ത് സമുദായത്തെ നവീകരിക്കാനുള്ളൊരു യജ്ഞമാണ് ഈ നോവലിലൂടെ അദ്ദേഹം ഏറ്റെടുക്കുന്നത്. അത് പക്ഷേ വളരെ ഹൃദയാവർജകമായൊരു പ്രണയകഥയിലൂടെയാണ് എന്ന് മാത്രം.
അദ്ദേഹം ഒരു സന്ദേശം അവതരിപ്പിക്കുന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതല്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിസാർ അഹമ്മദിന് കുഞ്ഞുപാത്തുമ്മയായിട്ടുള്ള ബന്ധം പ്രണയമാണെന്ന് മനസ്സിലാക്കിയ ആയിഷ കുഞ്ഞുപാത്തുമ്മയുടെ വസ്ത്രം മാറ്റുന്നു. അവളെ കള്ളബുദ്ധൂസെ ബൈ എന്ന് പറയരുത്, വഴി എന്ന് പറയൂ എന്ന് പറഞ്ഞ് അവളുടെ ഭാഷയെ നവീകരിക്കുന്നു. അവളുടെ തല ചീകി കൊടുത്ത് പൂചൂടി അവളുടെ ഭൂഷ നവീകരിക്കുന്നു. അവളെ എഴുത്തും വായനയും പഠിപ്പിക്കുന്നു. കുഞ്ഞുപാത്തുമ്മയ്ക്ക് നിസാർ അഹമ്മദുമായിട്ടുള്ള തനിക്കുള്ള ബന്ധം എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ കരളിൽ വേദന എന്നേ അവൾക്ക് പറയാൻ കഴിയുന്നുള്ളൂ. പക്ഷെ അവളുടെ ഉമ്മ ഇതിനെല്ലാം എതിരാണ്. അപ്പോൾ ആയിഷ കെട്ടിക്കൊടുത്ത മുടി പറിച്ചു കളഞ്ഞ്, അവളുടെ പൂവെല്ലാം പറിച്ചു കളഞ്ഞ് അവൾക്ക് വേറെ വിവാഹം നിശ്ചയിച്ചതായി അറിയിക്കുന്നു. അപ്പം അതോടുകൂടി അവൾ ബോധം കെട്ട് രോഗശൈലിയിലേക്ക് വീഴുകയാണ്. ആ സമയത്താണ് നിസാർ അഹമ്മദിൻ്റെ പിതാവ് വന്നിട്ട് കുഞ്ഞുപാത്തുമ്മയുടെ വീട്ടുകാരുമായി സംസാരിച്ച് നിസാർ അഹമ്മദുമായുള്ള വിവാഹം ഉറപ്പിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കുഞ്ഞുപാത്തുമ്മ കിടക്കുന്ന മുറിയിലെത്തി ആ ഇരുണ്ട മുറിയിൽ നിന്നൊരു ജനൽ തുറക്കുകയാണ്. അപ്പോൾ കുഞ്ഞുപാത്തുമ്മയ്ക്ക് തോന്നുകയാണ്, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. ആധുനികതയുടെയും നവോത്ഥാനത്തിൻ്റെയും വെളിച്ചമായിട്ട് പലതവണ വായിക്കപ്പെട്ട ഒരു പ്രയോഗമാണിത്, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. പക്ഷെ അതിലും സൂക്ഷ്മമായ ചില അർത്ഥങ്ങൾ ഇതിനുണ്ട് നമുക്ക് മനസ്സിലാക്കാം. എഴുത്തും വായനയും പഠിച്ചതിന് ശേഷമാണ് കുഞ്ഞുപാത്തുമ്മ ഈ വെളിച്ചം കാണുന്നത്. സാക്ഷരത ഒരാളുടെ, പ്രത്യേകിച്ചും പ്രായപൂർത്തിയായവരുടെ സാക്ഷരത അവരുടെ ദൃശ്യാവബോധത്തെയും മാനസിക വ്യാപാരങ്ങളെയും എല്ലാം സ്വാധീനിക്കുന്നു, എല്ലാം മാറ്റിമറിക്കുന്നു എന്ന്, അവരുടെ ജ്ഞാനാർജന ശേഷിയെയും മാറ്റിമറിക്കുന്നു എന്നുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതുവരെ ജനലിൽ കൂടി വരുന്ന വെളിച്ചം അവൾക്കൊരു കേവല യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജനൽ, വെളിച്ചം എന്നുള്ള പദങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കുഞ്ഞുപാത്തുമ്മയ്ക്ക് അത് ഒരു ധാരണയായി മനസ്സിൽ ഉറയ്ക്കുന്നുണ്ട്. അപ്പം ജനലിൽ കൂടി വരുന്ന വെളിച്ചം എന്നുള്ളത് പണ്ട് കണ്ട വെളിച്ചമല്ല, പുതിയൊരു വെളിച്ചമാണ്. അത് ഈ സാക്ഷരതയുടെ കൂടെ വെളിച്ചമാണ്. സാക്ഷരത പ്രദാനം ചെയ്ത പുതിയ ധാരണയുടെ വെളിച്ചമാണ്. രസകരങ്ങളായ പഠനങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇപ്പം നീലനിറം, നീലനിറത്തെ ദ്യോതിപ്പിക്കുന്ന പദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ നീലനിറങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള ചില പഠനങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ശരി, ബഷീറിൻ്റെ സൂക്ഷ്മ ജീവിത നിരീക്ഷണമാണ് ഈ പ്രയോഗത്തിൽ കാണാൻ കഴിയുന്നത്. യഥാർത്ഥ മുസ്ലിങ്ങളാകുവാൻ അദ്ദേഹം തൻ്റെ സമുദായത്തെ ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് എൻ്റെ ഉപ്പാപ്പ ഗ്രാനഡർ. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം കഥകൾ വരുന്നത്. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, ആനവാരിയും പൊൻകുരിശും തുടങ്ങിയ കഥകളൊക്കെയാണ് ഇതിൽപ്പെടുന്നത്. സ്ഥലം അഥവാ കടുവാക്കുഴി കുന്നിന് ചുറ്റുമുള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് നടക്കുന്ന കഥകളാണിത്. ഏതാണ്ട് 2200 ബഹുജനങ്ങൾ അധിവസിക്കുന്ന ആ പ്രദേശം വിദേശികളോട് വലിയ മമതയുള്ളവർ ഉള്ളതല്ല. ദേശികളെ സംശയദൃഷ്ടിയോടെയാണ് അവർ വീക്ഷിക്കുക. പോലീസുകാരെല്ലാം പോലീസ് ഊരാച്ചികളാണ്. ദേശീയത ഒരു രോഗമായി മാറിയിരിക്കുന്ന ഇന്നത്തെ ഈ സമകാലീന സമൂഹത്തിൽ വളരെ പ്രവചന സ്വഭാവമുള്ള ഈ കഥകൾ പുതിയ പുതിയ അർത്ഥങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സൂര്യഭഗവാൻ സൃഷ്ടിച്ചത് സ്ഥലവാസികളാണെന്നാണ് അവരുടെ വിശ്വാസം. ഈർച്ചവാൾ, ക്ഷൗരക്കത്തി, കൂടുവിട്ട് കൂടുമാറൽ, തീ, വെള്ളം, അങ്ങനെ പല സംഗതികളും ആദ്യമായി കണ്ടെത്തിയത് സ്ഥലവാസികളാണ്. വേണമെങ്കിൽ നമുക്കിപ്പോൾ വിമാനം, ആപേക്ഷിക സിദ്ധാന്തം ഇവയൊക്കെ ഇതിനോട് ചേർക്കുവാണെങ്കിൽ അത് സമ്പൂർണ്ണമായി സമകാലീനവുമായി മാറുന്നു. സമൂഹത്തിലെ പല പുഴുക്കുത്തുകളെയും അദ്ദേഹം ഇതിലൂടെ പരിഹസിക്കുന്നുണ്ട്. പുരുഷ മേധാവിത്വ മനോഭാവവും ഇടതുപക്ഷക്കാരുടെ
യാന്ത്രികത, ഇതൊക്കെ അദ്ദേഹം വളരെ രസകരമായ രീതിയിൽ പരിഹസിക്കുന്നുണ്ട് ഈ കൃതികളിൽ. വിശദാംശങ്ങളിലേക്ക് ഞാൻ എന്തായാലും പോകുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ അദ്ദേഹം തന്നെ കഥാപാത്രമായ കഥകളാണ്. അതിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്നുള്ളത് ബഷീർ തന്നെയായി മാറും. ആദ്യകാല കഥകളിൽ ജന്മദിനം, അമ്മ തുടങ്ങിയ കഥകളിലാണ് ആദ്യമായിട്ട് അദ്ദേഹം സ്വന്തം ജീവിതം അവതരിപ്പിക്കുന്നത്. ഇപ്പം എൻ്റെ അമ്മ എന്നുള്ളത് വളരെ തീക്ഷ്ണമായൊരു കഥയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അനേക ചെറുപ്പക്കാരുടെ അമ്മമാരുടെ പ്രതീകമായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷേ വളരെ സാധാരണ ഒരു സ്ത്രീയാണ്. ജയിലിൽ പോയ മകൻ എന്ന് വരും എന്ന് തിരിച്ചറിയാതെ വീട്ടിൽ കഴിയുന്ന അമ്മ, മാസങ്ങൾക്ക് ശേഷം ബഷീർ തിരികെ വീട്ടിലെത്തുമ്പോൾ പകലെത്താൻ ഒരു നാണക്കേടിലൂടെ രാത്രിയാണ് എത്തുന്നത്. രാത്രി 3 മണിക്ക് അദ്ദേഹം വീടിന് മുമ്പിലെത്തുമ്പോൾ ഉമ്മ വാതിൽ തുറന്ന് കാത്തിരിക്കുകയാണ്. ഉമ്മ വാതിൽ തുറന്നപാടെ പറയുന്നത്, മോനെ നീ വല്ലതും കഴിച്ചോ, കാലുമുഖം കഴിക്കാനിരിക്കുന്നു. ആ ബഷീർ അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്, ഞാൻ ഇന്ന് വരും എന്നെങ്ങനെ ഉമ്മയ്ക്ക് മനസ്സിലായി? വളരെ സാധാരണമായിട്ടൊരു ഉമ്മ പറയുകയാണ്, ഓ ചോറും കറിയും വെച്ച് ഞാനെന്നും കാത്തിരിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ കുതിച്ചു വരുന്നൊരു കണ്ണീരോടുകൂടി ഇല്ലാതെ ഇത് ആർക്കും വായിക്കാൻ കഴിയില്ല. ജന്മദിനം, അമ്മ തുടങ്ങിയ കഥകൾ തീവ്രവികാരത്തിൻ്റെ ഉയർന്ന ആവൃത്തിയിലുള്ള കഥകളാണ്. പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹം എഴുതുന്ന ആനപ്പൂട എന്ന കഥ കുടുംബ ജീവിതത്തിൻ്റെ മാധുര്യങ്ങൾ മുഴുവൻ ചാലിച്ചെടുത്തതാണ്. മാതാപിതാക്കളുടെ കൂടെ അലലേതുമില്ലാതെ കഴിഞ്ഞ ബാല്യകാലത്തെക്കുറിച്ചുള്ള വളരെ മാധുര്യമൂർന്ന ഒരു കഥയാണ് ആനപ്പൂട. പാത്തുമ്മയുടെ ആടും മതിലുകളുമൊക്കെ സ്വന്തം ജീവിതത്തിൻ്റെ കഥകളായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പാത്തുമ്മയുടെ ആടിലാണെങ്കിൽ വളരെ കാലത്തെ അലത്തിന് ശേഷം വീണ്ടും കുടുംബത്തിലേക്ക് എത്തുന്ന ബഷീറാണ് നായകൻ. അപ്പോഴേക്കും ബാപ്പ മരിച്ചു പോയിരുന്നു. പക്ഷെ വീട്ടിലുള്ള എല്ലാവർക്കും ബാപ്പയുടെ സ്ഥാനത്ത് പുതിയൊരു കുടുംബനാഥനായി അദ്ദേഹത്തെ അവരോധിക്കാനാണ് താല്പര്യം. ബഷീറിനാട്ടെ അത് സമ്മതിക്കാൻ കഴിയുന്നില്ല. കാരണം കുടുംബം ജനാധിപത്യവൽക്കരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹം അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരുമായിട്ടുള്ള കുടുംബാംഗങ്ങളുമായിട്ടുള്ള സംഘർഷം, രസകരമായ സംഘർഷം, അതൊരു ആടിൻ്റെ സഞ്ചാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ വളരെ രസകരമായൊരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് ദീർഘനേരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക, എങ്കിലും സമയപരിമിതി കണക്കിലെടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മലയാളിയുടെ ഭാവുകത്വം നവീകരിക്കുന്നതിൽ വളരെയധികം പങ്കുവച്ച ഒരു സാഹിത്യകാരനാണ് ബഷീർ. 21ാം നൂറ്റാണ്ടിലും അദ്ദേഹം എഴുതിയ കൃതികൾ പ്രസക്തമായി തുടരുകയാണ്. അദ്ദേഹം മാറാൻ ആഗ്രഹിച്ച സാമൂഹിക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ കൃതികളും അദ്ദേഹവും പ്രസക്തനായി തുടരും. അപ്പോൾ അദ്ദേഹം അപ്രസക്തനാക്കുന്ന ഒരു പുതിയ ഭാവുകത്വം സൃഷ്ടിക്കുക, അദ്ദേഹം മാറാൻ ആഗ്രഹിച്ച സാമൂഹിക സാഹചര്യങ്ങൾ മാറാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നവരുടെ കടമ എന്ന് വിശ്വസിക്കുന്നത് ഞാൻ. ഈ കൃതികളെല്ലാവരും വായിക്കണം എന്ന അഭ്യർത്ഥനയോടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.